ഞാൻ റിച്ച സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചില്ലി ചിക്കൻ. ഇതിനുള്ള ചേരുവകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 700 ഗ്രാം ബോൺലെസ് ചിക്കൻ. അതായത് ഞാനൊരു ഫുൾ ചിക്കൻ വാങ്ങിയിട്ട് അതിൻ്റെ അകത്തെ ഫ്ലഷ് മാത്രം എടുത്ത് പീസസ് ആക്കി വെച്ചിരിക്കുന്നു. മരിനേഷന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഒരു സ്വല്പം ഫുഡ് കളർ ഞാൻ ചേർക്കാൻ പോകുന്നു. അപ്പം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഉപ്പ്, സ്വല്പം ഫുഡ് കളർ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ഓപ്ഷണലായിട്ടുള്ള ചേരുവകളുണ്ട്. അതായത് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 എഗ്ഗ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതും 3 കൂടെ ചേർത്ത് നിങ്ങൾക്ക് മാരിനേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ വേറെവർ ഇറ്റ് ഈസ് പോസിബിൾ ഞാൻ മൈദയും കോൺഫ്ലവറും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒഴിവാക്കിയത് കൊണ്ട് ചില്ലി ചിക്കൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസവും വരത്തില്ല. ഇത് നമുക്ക് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 30 മിനിറ്റായി. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ ഓയിൽ. ഓയിൽ ചൂടാകും വരെ വെയിറ്റ് ചെയ്യാം. മീൻ വെയിൽ ഇതിന് ഗ്രേവിക്ക് വേണ്ടി എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഇത് 3 വലിയ ക്യാപ്സിക്കം അരിഞ്ഞത്, ഇത് 1 വലിയ സവാള അരിഞ്ഞത്, ഇത് 1.5 കപ്പ് സ്പ്രിംഗ് അനിയൻ്റെ ബൾബ് അരിഞ്ഞത്, ഇത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് 3 പച്ചമുളക് അരിഞ്ഞത്, ഇത് 1 ടേബിൾ സ്പൂൺ ഗാർലിക് അരിഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ ഒനിയൻ ബൾബ്സ് ഇല്ലെങ്കിൽ, സ്പ്രിംഗ് ഒനിയൻ ബൾബ്സ് ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ 3 വലിയ സവാള എടുക്കണം. ഇത് സ്പ്രിംഗ് ഒനിയൻ്റെ ലീവ്സ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഇത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇത് വിനീഗർ, ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി സോസ്, ഇത് വീട്ടിലുണ്ടാക്കിയ സോയാ സോസ്. നമുക്ക് എണ്ണ ചൂടായോ നോക്കാം. ചൂടായി. നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ടിടാം. ചിക്കൻ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ക്യൂബായിട്ട് ഉണ്ടാക്കാം. ഇതുപോലെ ഇച്ചിരി നീളത്തിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇത് നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഓയിൽ ഒഴിച്ച് വേഗം ഫ്രൈ ചെയ്തെടുക്കാം, എല്ലാം കൂടെ ഒന്നിച്ചിട്ട്. പക്ഷെങ്കിൽ എണ്ണ ഒത്തിരി വേസ്റ്റായി പോകും. നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്ന എണ്ണ മാക്സിമം നമുക്ക് 2 പ്രാവശ്യം കൂടെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ എണ്ണ കളയണം. നമ്മൾ വീണ്ടും അത് നമ്മൾ ഉപയോഗിക്കരുത്. 8 മിനിറ്റായി. നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഈ വശമായിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് പിന്നെ നമുക്കൊരു 8 മിനിറ്റും കൂടെ ഫ്രൈ ചെയ്യാം. ചെറിയ പീസസ് ആയതുകൊണ്ട് വേഗം കുക്ക് ചെയ്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റ് ഇരിക്കട്ടെ. ആയിട്ടുണ്ട്. നമുക്ക് ഇതെടുക്കാം. ഇനി നമുക്ക് ഇതിലുള്ള ഗ്രേവി ഉണ്ടാക്കാം. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിക്കുന്നു. വെളുത്തുള്ളി ഇടുന്നു, ഇഞ്ചി ഇടുന്നു, ഒരു 1/2 മിനിറ്റ് മിക്സ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പച്ചമുളക് ഇടുന്നു. ഒരു മിനിറ്റ് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ സ്പ്രിംഗ് ഒനിയൻ ബൾബ് ഇടാൻ പോകുന്നു. ഇനി നമ്മൾ സ്പ്രിംഗ് ഒനിയൻ ബൾബ് ഇടുന്നു. ഇനി നമ്മളൊരു 2-3 മിനിറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ക്യാപ്സിക്കോ ഒനിയൻ സവോള ഇടാൻ. ഇതിൽ നമ്മൾ
ഉപ്പൊട്ടും ഇടുന്നില്ല, കാരണം നമ്മൾ പല രീതിയിലുള്ള സോസ് ഇടുന്നുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് എല്ലാം പാകം ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവെന്ന് തോന്നിയാൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇത് ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറാകട്ടെ. ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇടാം, സവാള ഇടാം, ഓനിയൻ ലീവ്സ് കട്ട് ചെയ്തത് ഇടാം. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒരു 4-5 മിനിറ്റ്സ് നമ്മളിത് മിക്സ് ചെയ്യുന്നു. 2 മിനിറ്റ് മൂടി വെച്ചിട്ട് പിന്നെ നമുക്ക് മിക്സ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു. കൂടാതെ 1 ടീസ്പൂൺ വിനീഗർ. ഇനി നമ്മൾ മിക്സ് ചെയ്യുന്നു. ഒരു 4 മിനിറ്റ് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലവറിൽ ഞാൻ 250 ml വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിയിൽ പിടിച്ചെന്ന് തോന്നുന്നു. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ചപ്പാത്തിയുടെ കൂടെ ഗ്രേവി വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫ്ലവർ കലക്കി ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും 100 ml കോൺഫ്ലവർ ഒഴിച്ചാൽ മതി. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇടുന്നു. ഉപ്പൊന്ന് നോക്കണം. ചിക്കൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടതാണ്. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇടുന്നു. നമ്മളിത് സിമ്മിൽ വെച്ച് ഒരു 5 to 6 മിനിറ്റ് വേവിച്ചെടുക്കും. ഇനി ഒരു 5 മിനിറ്റ്സ് സിമ്മിലിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഗ്രേവി ഈസ് റെഡി. ഇതിന്ന് കുറച്ചുകൂടെ കുറുകും. ഗ്യാസ് ഓഫ് ചെയ്യുന്നു. നമുക്കിത് ഡിഷ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഗ്രേവി ഈസ് റെഡി. ഇതിൽ ഞാൻ മൈദയും അതുപോലെ മുട്ടയും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. മിനിമം ഓയിൽ ഉപയോഗിച്ചാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ.